ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. ഉണക്കച്ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. കണ്ടില്ലേ, കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകിയെടുത്ത സമയത്ത് ഞാനൊരു 2 മിനിറ്റോളം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ഉണക്കച്ചെമ്മീൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ആവശ്യത്തിന് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. ആ ഒരു നാടൻ ടേസ്റ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പ് പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കുക്കായിട്ട് റോസ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഉണക്കച്ചെമ്മീൻ്റെ പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അതുപോലെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, പിന്നെ ഉണക്കച്ചെമ്മീനും മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള കറി, അതൊക്കെ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു നോക്കാട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണയില്ലാതെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ എണ്ണയില്ലാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ടൊന്ന് വഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാനിതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെയിം പാനിലേക്ക് തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ പിടി ചെറിയുള്ളി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിതിലേക്ക് സവോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ളൊരു പച്ചമുളകാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചതാണ് കേട്ടോ ചേർക്കണത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് തയ്യാറാക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ പച്ചമുളകിൻ്റെ ഫ്ലേവറും ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കും കേട്ടോ. ഇനി ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇനി ചേർത്ത് കൊടുക്കാൻ പോണത് 2 സവോള നല്ല കനം കുറച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുത്തതാണ്. ഇതിപ്പോൾ അത്യാവശ്യം 2 വലിയ സവോളയായിരുന്നു കേട്ടോ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവോള ഇനി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കണത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തെടുത്ത ആ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ, അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ മുഴുവനായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം പൊടിച്ചിട്ട് ചേർക്കുക. പിന്നെ ബാക്കി ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തത് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തന്നെയായിരിക്കും കേട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റി ആയിട്ട് വരിക, പേസ്റ്റ് ചേർത്ത് കൊടുക്കണേക്കാളും. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും കൂടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണോ വരെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെയായിരിക്കും ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ.
ഞാനിതിപ്പോ ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണുള്ളൂ. നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ കേട്ടാ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ചുള്ളൊരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേറെ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ 2 മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും തന്നെ ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരാം. ഒരുപാട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണത്. ഈയൊരു ഉണക്ക ചെമ്മീൻ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നല്ല നാടനൊരു ടേസ്റ്റ് തന്നെയാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്കൊരു സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാം. ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എളുപ്പമാണ്. പക്ഷെ നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പൊ കണ്ടില്ലേ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നല്ല പഴുത്ത മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നല്ലപോലെ തന്നെ കുക്കായിട്ട് വരണം, മാഷായിട്ട് തന്നെ വരണം. അപ്പോൾ നിങ്ങൾക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു റോസ്റ്റിലേക്ക് നമ്മൾ വെള്ളമൊന്നും തന്നെ ഒഴിച്ചു കൊടുക്കണില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിനി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് വന്നോട്ടെ കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ ഇത് കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇതിലേക്ക് നമുക്കിനി ഉണക്ക ചെമ്മീൻ ഫ്രൈ ചെയ്തത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഇതുപോലെ മുറിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ മസാല നല്ല ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിലൊക്കെ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ ചേർക്കണതിന് മുമ്പ് കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം ചെമ്മീൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ മസാലയിലേക്ക് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. ഒരു 10 മിനിറ്റോളം ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിരുന്നു കേട്ടോ. കണ്ടില്ലേ ഈ മസാല ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ട് ഇത് തുറന്നപ്പോൾ നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല നാടൻ രീതിയിലുള്ള ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. പ്രത്യേകിച്ച് ഉണക്കച്ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.